ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയത്തിൽ 54-ാം ദശകമാണ് വർണ്ണിക്കാൻ പോകുന്നത്. അതിൽ കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധാമുക്തിയുമാണ് വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം. ത്വത്സേവോത്കസൗഭരിർനാമപൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കദാചിത്. അർത്ഥം: പൂർവം പണ്ട് സൗഭരിഹി നാമ ത്വത്സേവോത്കഃ, സൗഭരി എന്ന മഹർഷി ഭഗവത് സേവയിൽ തൽപരനായി കാളിന്ത്യന്തഃ, കാളിന്തി ജലത്തിനുള്ളിൽ ദ്വാദശാബ്ദം തപസ്യൻ, 12 കൊല്ലം തപസ്സു ചെയ്തു. ഭോഗലോലേ മീനവ്രാതേ സ്നേഹവാൻ, അക്കാലത്ത് ചുറ്റും വിഷയസുഖം അനുഭവിച്ച് രസിച്ചു കഴിയുന്ന മത്സ്യങ്ങളോട് വിശേഷിച്ചും പ്രിയമുള്ളവനായി കഥാചിത് ഒരിക്കൽ അഗ്രേ താർക്ഷ്യം സാക്ഷാത് ഐക്ഷത, തൻ്റെ കൺമുന്നിൽ ഗരുഡൻ സഞ്ചരിക്കുന്നത് കാണുവാനിടയായി. രണ്ടാമത്തെ ശ്ലോകം. ത്വദ്വാഹം തം സക്ഷുധം തൃക്ഷസൂനും മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശപ്തവാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാപി മോക്താ. അർത്ഥം: ത്വദ്വാഹം തം തൃക്ഷസൂനും, അവിടുത്തെ വാഹനമായ ആ ഗരുഡൻ, സക്ഷുധം കഞ്ചിത് മീനം, വിശന്ന് ഒരു മത്സ്യത്തെ, ജക്ഷതം ലക്ഷയൻ സഹ, കൊത്തിത്തിന്നുന്നത് കണ്ട്, സൗഭരി മഹർഷി ചിത്തേ തപ്തഃ, ഉള്ളുകൊണ്ട് സന്തപിക്കുന്നവനായി, ത്വം അത്ര ജന്തൂൻ ഭോക്താ ചേത്, നീ ഇവിടെ ഇനി ജന്തുക്കളെ പിടിച്ചു തിന്നാൽ, ജീവിതം ച അപി മോക്ത ഇതി ശപ്തവാൻ, നിന്റെ ജീവനും പോകും എന്ന് ശപിച്ചു. മൂന്നാമത്തെ ശ്ലോകം. തസ്മിൻ കാലേ കാളിയക്ഷ്വേളദർപ്പാത് സർപ്പാരാതേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത് ത്വത്പദാംഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ദുരാപം പയോഗാത്. അർത്ഥം: തസ്മിൻ കാലേ, അക്കാലത്ത്, കാളിയഃ, കാളിയൻ, ശ്വേളദർപ്പാത്, വിഷവീര്യം കൂടിയതിനാൽ അഹങ്കരിച്ച്, സർപ്പാരാതേഹേ കൽപ്പിതം ഭാഗമശ്നൻ, ഗരുഡന് നിശ്ചയിച്ചിരുന്ന വീതം ഭക്ഷിച്ചു കളഞ്ഞു. ത്വത്പദാംഭോജഭാജാതേന, ഭഗവത് പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചവനായ ഗരുഡൻ, ക്രോധാത്, ക്രോധത്താൽ, പക്ഷക്ഷിപ്ത, തൻ്റെ ചിറകുകളെ കൊണ്ട് അടിച്ചോടിച്ചപ്പോൾ, അവൻ തദ്ദുരാപം പയഹാകാത്, ശാപം മൂലം ഗരുഡന് പ്രവേശമില്ലാതായ കാളിന്തിയിലെ ജലത്തിൽ അഭയം പ്രാപിച്ചു. നാലാമത്തെ ശ്ലോകം. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷാവിക്ഷതാക്ഷ്വേളവേഗാത് പക്ഷിവ്രാതപേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. അർത്ഥം: ഘോരേ തസ്മിൻ, ക്രൂരനായ ആ കാളിയൻ, സൂരജാനീരവാസേ, കാളിന്തിയിലെ വെള്ളത്തിൽ താമസമാക്കിയപ്പോൾ, ക്ഷ്വേളവേഗാത് തീരേ വൃക്ഷാഃ വിക്ഷതാഃ, വിഷവീര്യം കൊണ്ട് തീരത്തിലുള്ള മരങ്ങൾ കരിഞ്ഞുപോയി. അഭ്രേ പതന്തഃ പക്ഷിവ്രാതാഃ പേതുഃ, അഭ്രേ ആകാശത്തിൽ പറക്കുന്ന പറവകൾ ചത്തുവീണു. തേന, അതുകൊണ്ട്, ത്വന്മനഃ കാരുണ്യാർദ്രം ജാതം, ഭവാന്റെ ഹൃദയം അലിഞ്ഞുപോയി, കാരുണ്യപൂർണമായിപ്പോയി. അഞ്ചാമത്തെ ശ്ലോകം. കാലേ തസ്മിന്നേകദാസീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമഗ്രീഷ്മഭീഷ്മോഷ്മതപ്ത ഗോപാലാ
വ്യാപിബൻ ശ്വേളതോയം. അർത്ഥം: തസ്മിൻ കാലേ, ആ കാലത്ത്, ഏകദാ, ഒരിക്കൽ, ത്വയി, നിന്തിരുവടി, സീരപാണിം മുക്ത്വാ, ബലരാമനെ കൂടാതെ, യാമുനം, കാനനാന്തം യാതെ, യമുനാതീരത്തിലുള്ള കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ, ഉദ്ധാമ ഗ്രീഷ്മ, ശക്തിയേറിയ വേനലിൻ്റെ, ഭീഷ്മോഷ്മതപ്താഹ ഗോപാലാഹ, ഭയങ്കരമായ ചൂടുകൊണ്ട് ദാഹിച്ചു വലഞ്ഞ പശുക്കളും ഇടയക്കുട്ടികളും, ശ്വേളതോയും വ്യാപിബൻ, വിഷം കലർന്ന കാളിന്തിയിലെ വെള്ളം മതിയാവോളം കുടിച്ചു. ആറാമത്തെ ശ്ലോകം. നശ്യജ്ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുത ത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസി തദ്രാഗ് പീയൂഷാംഭോവർഷിഭിഃ ശ്രീകടാക്ഷൈ. അർത്ഥം: ഹേ അച്യുത, അല്ലയോ അച്യുത, ത്വം, അവിടുന്ന്, നശ്യജ്ജീവാൻ, താൻ, വിശ്വാൻ, അവരെയെല്ലാം തന്നെ ജീവനില്ലാതെ അവിടെ, ശ്മാതലേ, വിച്യുതാൻ പശ്യൻ, നിലത്തു വീഴുന്നവരായി കണ്ടിട്ട്, ദയാർദ്രഃ, ഉപാന്തം പ്രാപ്യ, ദയാർദ്രനായി അടുത്തു ചെന്ന്, പീയൂഷാംഭോവർഷിഭിഃ, അമൃതജലധാരയൊഴുകുന്ന, ശ്രീകടാക്ഷൈഃ, ദ്രാഗ്, ജീവയാമാസിഥ, തിരുമനസ്സിലെ നോട്ടം കൊണ്ട് ക്ഷണത്തിൽ ജീവിപ്പിച്ചു. ഏഴാമത്തെ ശ്ലോകം. കിം കിം ജാതോ ഹർഷവർഷാതിരേകഃ സർവാംഗേഷ്വിത്യുത്ഥിതാ ഗോപസംഘാ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാപ്രഭാവാ. അർത്ഥം: ഗോപസംഘാഃ, ഇടയക്കുട്ടികൾ, കിം കിം, സർവാംഗേഷു ഹർഷവർഷാതിരേകഃ ജാതഃ, ഇതെന്താണ് മേലാകെ എല്ലാ അംഗങ്ങളിലും കുളിർപ്പിക്കുന്ന ഒരു പരമാനന്ദമുണ്ടായിരിക്കുന്നു. ഇതി ഉത്ഥിതാഹ, എന്നിങ്ങനെ പറഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ, ത്വാം, അവിടുത്തെ, അഗ്രേ ദൃഷ്ട്വാ, മുമ്പിൽ കണ്ടിട്ട്, ദൃഷ്ടനാനാ പ്രഭാവാഹ, മുമ്പേ തന്നെ അങ്ങ് ചെയ്തിട്ടുള്ള പല അത്ഭുതങ്ങളും, തത് ത്വത്കൃതം വിദന്തഃ, ഓർത്ത് ഇതും അങ്ങയുടെ ലീലയാണെന്നറിഞ്ഞ്, ത്വാമാലിംഗൻ, ഓടി വന്ന് അവിടുത്തെ കെട്ടിപ്പിടിച്ചു. എട്ടാമത്തെ ശ്ലോകം. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്പീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താദ് ദ്രാഗാവവ്രു സർവതോ ഹർഷഭാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദാ. അർത്ഥം: ഏവം, ഇപ്രകാരം, ഗാവഃ, പശുക്കളും, ച ക്ഷണേന, ക്ഷണത്തിൽ, ലബ്ധജീവാഃ, ജീവൻ വന്നവയായിട്ട്, സ്പീതാനന്ദാഃ ച, പെരുത്ത ആനന്ദത്തോടെ, ത്വാം, പുരസ്താദ്, ദൃഷ്ട്വാ, അങ്ങയെ മുമ്പിൽ കണ്ടിട്ട്, ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യഃ, സന്തോഷബാഷ്പം ഒഴുക്കിക്കൊണ്ടും, മന്ദം ഉദ്യന്നിനാദാഃ, ദ്രാഗ്, പതുക്കെ ഒച്ചയിട്ടുകൊണ്ടും, സർവതഃ ആവവ്രുഹു, ചുറ്റും ഓടിക്കൂടി. ഒൻപതാമത്തെ ശ്ലോകം. രോമാഞ്ചോയം സർവതോ നഃ ശരീരേ ഭൂയസ്യന്തഃകാചിദാനന്ദമൂർച്ഛാ ആശ്ചര്യോയം ശ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. അർത്ഥം: ഹേ മുകുന്ദ, അല്ലയോ കൃഷ്ണ, നഹ ശരീരേ, ഞങ്ങൾക്ക്, ഈ ശരീരമാകെ, സർവതഃ, അയം രോമാഞ്ചഃ, കോരിത്തെരിക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു, അന്തഃ, അകത്ത്, ഭൂയസി കാചിത് ആനന്ദമൂർച്ഛാഃ, എന്തൊരു പരമാനന്ദം ഉണ്ടാകുന്നു, അയം ശ്വേളവേഗഃ,
ഈ വിഷത്തിൻ്റെ ശക്തി ആശ്ചര്യ, അത്ഭുതം തന്നെ. ഇതി ഗോപൈഹി ഉക്തഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരായ ഗോപന്മാർ അങ്ങയെ നന്ദിതഃ വന്ദിതഃ അഭൂഹു അഭിനന്ദിക്കുകയും കൈവണങ്ങുകയും ചെയ്തു. 10ാമത്തെ ശ്ലോകം. ഏവം ഭക്താൻ മുക്തജീവാനപി ത്വം മുഗ്ധാപാംഗൈരസ്തരോഗാംസ്തനോഷി താദൃഗ്ഭൂതസ്ഫീതകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാധിവാസ. അർത്ഥം: ഏവം ഭക്താൻ മുക്തജീവാൻ അപി ത്വം മുഗ്ധാപാംഗൈഃ അസ്തരോഗാൻ തനോഷി. ഏവം ഭക്താൻ, ഇങ്ങനെ മരിച്ചുപോയിട്ടും മുക്തജീവാൻ ഭക്തജനങ്ങളെ, അപി ത്വം നിന്തിരുവടി, മുഗ്ധപാംഗൈഹി അസ്തരോഗാം തനോഷി മനോഹരമായ കടാക്ഷങ്ങളെ കൊണ്ട് ജീവൻ കൊടുത്തു മോചിപ്പിക്കുന്നു. താദൃക് അപ്രകാരം, ഭൂതസ്ഫീത കാരുണ്യഭൂമാത്വം കൊഴുത്ത കാരുണ്യം തികഞ്ഞ നിന്തിരുവടി, ഹേ വായുഗേഹാധിവാസ, അല്ലയോ ഗുരുവായൂരപ്പ, മാം രോഗാത് പായാഹ, അടിയനെ എല്ലാ രോഗങ്ങളും നീക്കി രക്ഷിക്കണേ. ഈ 54-ാം ദശകത്തിൽ കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധാമുക്തിയും, അതായത് കാളിയൻ്റെ വിഷബാധയിൽ നിന്നുള്ള മുക്തിയുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. പണ്ട് സൗഭരി എന്ന മഹർഷി കാട്ടിലോ നാട്ടിലോ തപസ്സു ചെയ്താൽ ലൗകികന്മാരുടെ സാമീപ്യബന്ധം കൊണ്ട് തപസ് വല്ലവിധവും നഷ്ടപ്പെട്ടാലോ എന്ന് ഭയന്ന് വെള്ളത്തിൽ തപസ്സു ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഭഗവത് സേവയിൽ, ഭഗവാനെ സേവിക്കുന്നതിൽ തൽപരനായി കാളിന്തി ജലത്തിനുള്ളിൽ 12 കൊല്ലം തപസ്സു ചെയ്തു. അക്കാലത്ത് ചുറ്റും വിഷയസുഖം അനുഭവിച്ച് രസിച്ചു കഴിയുന്ന മത്സ്യങ്ങളോട് വിശേഷിച്ചും പ്രിയമുള്ളവനായി. അതായത് അവിടെയും മത്സ്യങ്ങളുമായി സ്നേഹബന്ധം ആ മഹർഷിക്ക് ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഗരുഡൻ സഞ്ചരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇവിടെ മഹർഷിക്ക് മത്സ്യങ്ങളോട്, മീനുകളോട് ബന്ധമുണ്ടായി, അതായത് സ്നേഹബന്ധമുണ്ടായി എന്നതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. മനസ്സാണ് ബന്ധകാരണം എന്നത് വ്യക്തമാകുന്നു. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ, മോക്ഷം കിട്ടുന്നതിൽ നിന്നും ബന്ധനമായിരിക്കുന്നത് മനസ്സു തന്നെയെന്ന് തീർച്ചയായി. അങ്ങനെ ആ ഭഗവാന്റെ വാഹനമായ ഗരുഡൻ വിശന്നു വലഞ്ഞ ഒരു മത്സ്യത്തെ കൊന്നു തിന്നുന്നത് സൗഭരി മഹർഷി കണ്ട് വളരെയധികം ദുഃഖിച്ച്, ഇനി നീ ഇവിടെ നിന്നും ജന്തുക്കളെ പിടിച്ചു തിന്നാൽ നിന്റെ ജീവനും പോകും എന്ന് ശപിച്ചു. അക്കാലത്ത് കാളിയൻ എന്ന ഒരു വലിയൊരു പാമ്പ്, സർപ്പം, വിഷവീര്യം കൂടിയതിനാൽ അഹങ്കരിച്ച് ഗരുഡന് നിശ്ചയിച്ചിരുന്ന വീതം ഭക്ഷിച്ചു കളഞ്ഞു. ഭഗവത് പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചവനായ ഗരുഡൻ കോപിച്ച് തൻ്റെ ചിറകുകളെ കൊണ്ട് കാളിയനെ അടിച്ചോടിച്ചപ്പോൾ കാളിയൻ ശാപം മൂലം ഗരുഡന് പ്രവേശനം നിഷേധിച്ച കാളിന്തിയിലെ ജലത്തിൽ അഭയം പ്രാപിച്ചു. ക്രൂരനായ ആ കാളിയൻ കാളിന്തിയിലെ വെള്ളത്തിൽ താമസമാക്കിയപ്പോൾ അവൻ്റെ വിഷവീര്യം കൊണ്ട് തീരത്തിലുള്ള മരങ്ങൾ കരിഞ്ഞുപോയി. ആകാശത്തിൽ പറക്കുന്ന പറവകൾ ചത്തുവീണു. അതുകൊണ്ട് ഭഗവാന്റെ ഹൃദയം അലിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ബലരാമനെ കൂടാതെ യമുനാതീരത്തിലുള്ള കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ശക്തിയേറിയ വേനലിൻ്റെ ഭയങ്കരമായ ചൂടുകൊണ്ട് ദാഹിച്ചു വലഞ്ഞ പശുക്കളും ഇടയക്കുട്ടികളും വിഷം കലർന്ന കാളിന്തിയിലെ ജലം മതിയാവോളം കുടിച്ചു. ഹേ അച്യുത, അവിടുന്ന് അവരെയെല്ലാം തന്നെ ജീവനില്ലാതെ അവിടെ നിലത്തു വീഴുന്നവനായി കണ്ടിട്ട് ദയയുള്ള മനസ്സോടുകൂടി അടുത്തു ചെന്ന് അമൃതജലധാരയൊഴുകുന്ന തിരുമനസ്സിലെ നോട്ടം കൊണ്ട് ക്ഷണത്തിൽ ജീവിപ്പിച്ചു. ഇടയക്കുട്ടികളാകട്ടെ ഇതെന്താണ് മേലാകെ കുളിർപ്പിക്കുന്ന ഒരു പരമ ആനന്ദം ഉണ്ടായിരിക്കുന്നു എന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭഗവാനെ മുമ്പിൽ കണ്ടിട്ട്
മുമ്പ് തന്നെ ഭഗവാൻ ചെയ്തിട്ടുള്ള പല അത്ഭുതങ്ങളും ഓർത്ത് ഇതും അങ്ങയുടെ ലീലയാണെന്നറിഞ്ഞ് ഓടി വന്ന് അങ്ങയെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ പശുക്കളും ക്ഷണത്തിൽ ജീവൻ വന്നവയായിട്ട് വളരെയധികം ആനന്ദത്തോടെ ഭഗവാനെ മുമ്പിൽ കണ്ട് സന്തോഷാശ്രു ഒഴുക്കിക്കൊണ്ടും പതുക്കെ ഒച്ചയിട്ടുകൊണ്ടും ചുറ്റും കൂടി, ഭഗവാന്റെ ചുറ്റും കൂടി. ഹേ കൃഷ്ണ, ഞങ്ങൾക്ക് മേലാകെ കോരിത്തിരിക്കുന്നു, അകത്തെ എന്തൊരു പരമാനന്ദം, ഈ വിഷത്തിൻ്റെ ശക്തി അത്ഭുതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരായ ഗോപന്മാർ അങ്ങയെ അഭിനന്ദിക്കുകയും വണങ്ങുകയും ചെയ്തു. ഇങ്ങനെ മരിച്ചുപോയിട്ടും ഭക്തജനങ്ങളെ ഭഗവാൻ മനോഹരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് ജീവൻ കൊടുത്ത് മോചിപ്പിക്കുന്നു. അങ്ങനെയുള്ള കനത്ത കാരുണ്യം തികഞ്ഞ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അടിയനെ എല്ലാ രോഗങ്ങളും നീക്കി രക്ഷിക്കണേ.